അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യത്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മികച്ചു നിന്നു. ലവാഹി സലീഹ ലൗ റഅയ്നാ ജബീനഹു ലഗാബു അനിൽ ഇഹ്സാസി ശൗകം ബിൽഅംദി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട സുലൈഖ ബീവിയുടെ തോയ്മാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം അപ്പാടെ ദർശിച്ചിരുന്നുവെങ്കിൽ വിരൽ തുമ്പുകൾക്കു പകരം അവർ ഹൃദയം കൊത്തിമുറിക്കുമായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പൂർണ്ണചന്ദ്ര നിലാവുള്ള രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പിന്നീട് ചന്ദ്രനെയും ഞാൻ മാറി മാറി നോക്കി. നിസ്സംശയം ആകാശത്തെ ചന്ദ്രനേക്കാൾ പ്രൗഢിയും സൗന്ദര്യവും മുത്തു റസൂലിനായിരുന്നു. സൗന്ദര്യത്തിന്റെ പ്രകടഭാവം പോലും ഒപ്പിയെടുക്കാൻ കഴിയാത്ത വിധം പ്രവാചക സൗന്ദര്യത്തെ കുറിച്ച് എഴുതുമ്പോൾ സൂചനകൾ നൽകാനേ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല കിനാവിലെങ്കിലും ആ സൗന്ദര്യ ലോകം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ പുണ്യമാസം അല്ലാഹു അതിന് കാരണമാക്കട്ടെ.